അതായത് ഇന്ന് ഈ കാണുന്ന ഈ ലോകം എങ്ങനെ ഉണ്ടായെന്നുള്ളതാണ് സാർ. ഇന്ന് ഈ കാണുന്ന ലോകം ആയിരുന്നില്ല, മുന്നേ ഉണ്ടായിരുന്നെന്ന് സമ്മതിച്ചു. അല്ല, ഇന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഈ ലോകം ദൈവം സൃഷ്ടിച്ചു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ചുമ്മാ ഒരു ഉണ്ടാക്കൽ ഒരു ഉദാഹരണം പറയാം. ഒരാൾ ഉണ്ടാക്കിയ ഒരു കാര്യം എന്ന് പറയാം. ഈ ക്യാമറ ഒരാൾ ഉണ്ടാക്കിയതല്ലേ? ഉണ്ടാക്കിയത് കറക്റ്റ് അല്ലേ? ആണ്. ക്യാമറ ഒരാൾ ഉണ്ടാക്കിയതല്ലേ? അല്ലേ? ആണ്. അതാണ് ഉണ്ടാക്കൽ. പ്രപഞ്ചം അങ്ങനെ ഉണ്ടാക്കിയതാണോ? ക്യാമറ ഉണ്ടാക്കി, ദോശ ഉണ്ടാക്കി, പിന്നെ റോഡ് ഉണ്ടാക്കി, ബോട്ട് ഉണ്ടാക്കി, പാട്ടുണ്ടാക്കി. ആ ഉണ്ടാക്കലാണോ ഈ പ്രപഞ്ചം ഉണ്ടാക്കൽ? ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേക്ക് പ്രാർത്ഥന നിർത്തി. പ്രാർത്ഥന എന്ന് പറയുന്നത് തോർത്ത് വിരിച്ചിടലാണല്ലോ. അതെന്താണ് തോർത്ത് വിരിച്ചിടുന്നതിനെ ഭിക്ഷയ്ക്ക് ആയിട്ടല്ലേ തോർത്ത് വിരിച്ചിടുന്നത്? അതാണോ പ്രാർത്ഥന? പിന്നല്ല. ദൈവവിശ്വാസം എന്ന് പറയുന്ന രോഗമാണോ? തീർച്ചയായും. അപ്പോൾ ഈ പട്ടിണിയും പരിവട്ടവും യുദ്ധവും അരക്ഷിതാവസ്ഥയൊക്കെ വരുമ്പോൾ ദൈവങ്ങൾ പിൻവാങ്ങും, മനുഷ്യൻ നരകിക്കുകയും മനുഷ്യൻ്റെ കയ്യിൽ 4 തുട്ട് വരുമ്പോൾ ദൈവങ്ങൾ പങ്കു ചോദിച്ച് തിരിച്ചെത്തുകയും ചെയ്യും. ഇതാണ് എപ്പോഴും ഈ വിശ്വാസത്തിൻ്റെ ഒരു അടിസ്ഥാനം. വരി അവസാനം ഞാൻ പറഞ്ഞു, ഒളിച്ചു നിന്ന് ബാലിയെ തിളച്ചെമ്പിനാൻ കൊല കഴിച്ച രാഘവ മുകുന്ദരാമ പാഹി എന്നാണ് പറയുന്നത്. ഈ ഒരു മനുഷ്യനാണ് ഒളിച്ചു നിന്നൊരുത്തനെ കൊല കഴിച്ചവനെ നീ പാഹിമ ജയ് വിളിക്കുന്നു. ഈ ഒരു മനുഷ്യനാണ്. പിന്നെ ഈ ഖുറാനിൽ പറയുന്ന ഭ്രൂണശാസ്ത്രം എന്ന് പറഞ്ഞാൽ ബുൾഷിറ്റാണ്. എനിക്ക് താങ്കൾ ഇക്കാര്യത്തിൽ ഒട്ടും അപ്ഡേറ്റഡ് അല്ല എന്നാണ് ഞാൻ പറയുന്നത്. പുള്ളിയാണോ മണ്ടൻ, അതോ ഈ പറയുന്ന നമ്മളാണോ മണ്ടൻ? ഹലോ, ഹായ്, നമസ്കാരം. ഇറ്റ്സ് മീ ഷിബിൻ കാൻസൻ ബറുവ. വെൽക്കം ബാക്ക് ടു അവർ അനദർ എപ്പിസോഡ് ഓഫ് മൈൻഡ്സ്കേപ്പ്. സംവാദങ്ങൾ അല്ലെങ്കിൽ ചർച്ചകൾ അല്ലെങ്കിൽ അഭിമുഖങ്ങൾ ആരെങ്കിലും തോൽപ്പിക്കുവാനോ ഞാനാണ് ഏറ്റവും മികച്ചതെന്ന് കാണിക്കുവാനോ ഉള്ളതല്ല. മറിച്ച് പുതിയ അറിവുകൾ, പുതിയ വിജ്ഞാനങ്ങൾ നമ്മളിലേക്ക് എത്തപ്പെടുന്നു എന്നുള്ള അതിനുവേണ്ടിയുള്ളതാണ്. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് തീരെ അറിവില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു വേദിയായി മാത്രമാണ് ഇത്തരം സംവാദങ്ങളെ അല്ലെങ്കിൽ ചർച്ചകളെ അല്ലെങ്കിൽ അഭിമുഖങ്ങളെ കാണേണ്ടത്. അത്തരത്തിൽ ഒരുപാട് നാളായി ഒന്നിരിക്കണം, നേരിട്ടൊന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. ഏറെ പ്രിയപ്പെട്ട രവി സാറാണ്. രവിചന്ദ്രൻ സി സാർ, വളരെ ഹൃദ്യമായ സ്വാഗതം. സാറിനെ കാണണം, സംസാരിക്കണം, സാറിൽ നിന്ന് കൂടുതൽ കുറച്ച് കാര്യങ്ങൾ അറിയണം, അതിൽ നമുക്കുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തുറന്ന് സംവദിക്കണമെന്ന് കുറേ നാളായി ആഗ്രഹിക്കുകയായിരുന്നു. അങ്ങനെ അപ്പോൾ ആ ദിവസം ഇന്നിങ്ങനെ വന്നെത്തി. സാറിനെ വെൽക്കം. തീർച്ചയായിട്ടും സാറിനെ നേരിട്ട് കാണാൻ സാധിച്ചു. സാർ എങ്ങനെയാണ് ഈ ഒരു ഏത്തിസ്റ്റ് എന്ന രീതിയിലേക്ക് സാർ പരിണമിക്കപ്പെടുന്നത്? എങ്ങനെയാണ്? ആരും ജനിക്കും തൊട്ടൊരു ഏത്തിസ്റ്റ് ആകുന്നില്ല. എല്ലാവരും ദൈവവിശ്വാസമുള്ള ഒരു കുടുംബത്തിലായിരിക്കും ജനിക്കുന്നത്. സാറും അങ്ങനെ ഒരു കുടുംബത്തിൽ തന്നെ ആയിരിക്കുമല്ലോ ജനിച്ചത്? എല്ലാവരും ജനിക്കുമ്പോൾ എത്തിസ്റ്റ് ആണ്. Basically, നേരെ തിരിച്ചാണ്. You are born atheist, then this program is installed by customs, rituals. It's an imposition. Religion is an imposition. Atheism എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളതാണ്. അതിനെ നിങ്ങൾ ഇല്ലാതാക്കിയിട്ട് വേറെ രീതിയിൽ പരിചയപ്പെടുത്താണ്. നിങ്ങളൊരു ജൂത കുടുംബത്തിൽ ജനിച്ചാൽ ജൂത സാഹിത്യവുമായിട്ട് നിങ്ങൾ അനുരാഗത്തിലാവും. ഹിന്ദു ആണെങ്കിൽ അങ്ങനെ പോകും. എവിടെ നിങ്ങൾ ഏത് സാഹചര്യത്തിൽ കൊണ്ടിടുന്നോ ആ രീതിയിൽ നിങ്ങൾ പരുവപ്പെട്ടു വരും. അപ്പോൾ നിങ്ങൾ ഒറിജിനൽ അതല്ലായിരുന്നു എന്നല്ലേ എൻ്റെ അർത്ഥം. സോ എപ്പോഴാണ് എത്തിയിസ്റ്റ് ആയത് എന്ന് ചോദിക്കുമ്പോൾ ഈ ഫെർട്ടിലൈസേഷൻ സമയം തൊട്ടേ നമ്മൾ എത്തിയിസ്റ്റ് ആണ്. പിന്നെ എങ്ങനെ റിക്കവർ ചെയ്യുന്നായിരുന്നു ചോദ്യം വേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. രോഗവിമുക്തി എങ്ങനെയെന്നുള്ള അത്. അപ്പോൾ രോഗമാണോ ദൈവവിശ്വാസം എന്ന് പറയുന്നത്? രോഗമാണോ? തീർച്ചയായും രോഗം എന്ന് പറയുന്നത് ഇൻ ദ സെൻസ് ദാറ്റ് രോഗം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും മാരക രോഗങ്ങളാണ് നമുക്ക് പിടിപെടുന്നെങ്കിൽ നമ്മൾ മരണപ്പെടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അപ്പം ഈ ദൈവവിശ്വാസം കൂടിപ്പോയാൽ നമുക്ക് മരണം സംഭവിക്കുന്നതാണോ? അതായത് ഈ രോഗം എന്ന് പറയുമ്പോൾ ക്യാൻസർ ഒരു രോഗമാണ്, അരിമ്പാറ ഒരു രോഗമാണ്, പിന്നെ മന്ത് രോഗമാണ്, പാട് രോഗമാണ്, സ്കിൻ ഡിസീസ്, ജലദോഷം പോലെ ഒരു രോഗമാണ്, ചൊറിച്ചിൽ. രോഗം എന്ന് പറയുന്നത് ഒരു ബീയിങ്ങിന്റെ അതിന്റെ വെൽബീയിങ്ങിനെയും അതിന്റെ മുന്നേറ്റത്തെയും തടസ്സപ്പെടുത്തുന്ന ഒരവസ്ഥ എന്നുള്ളതാണ് രോഗം. മതം അങ്ങനെ നോക്കുകയാണെങ്കിൽ മനുഷ്യരാശി മൊത്തത്തിലും മനുഷ്യനെ മൊത്തത്തിലും ഒരുപാട് പരിമിതപ്പെടുത്തുകയും അവനെ ഒരുപാട് ഒരു കുടിസ് ലോക വീക്ഷണത്തിലേക്ക് എത്തിക്കും. അത് ശരിക്കും ലിമിറ്റിംഗ് അവർ പൊട്ടൻഷ്യൽ. സോ ദാറ്റ് മീൻസ് എ കൈൻഡ് ഓഫ് എന്താണ് രോഗം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. രോഗം ഇൻ ദ സെൻസ് ദാറ്റ് നോട്ട് ക്യാൻസർ അങ്ങനെയുള്ള അർത്ഥത്തിലല്ല. ആ ഒരു മെക്കാനിസത്തിന്റെ
പക്ഷെ എന്നാലും ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു തെറ്റായ സ്റ്റേറ്റ്മെന്റ് അല്ലേ സാർ? രോഗം എന്ന് പറയുമ്പോൾ മതം എന്ന് പറയുന്നത് ഒരു രോഗമാണോ? മതം അത് ഓരോ വ്യക്തികൾ രോഗമാണോ എന്ന് ചോദിച്ചല്ലേ? അല്ല, ബഹുജനം പലവിധമാണല്ലോ. ചിലർ മതത്തിൽ വിശ്വസിക്കുന്നു, കുറച്ചു പേർ മതം ഇല്ലാതെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ മതം ഇല്ലാതെ മുന്നോട്ട് പോകുന്നവർ മാത്രമാണ് ശരിയെന്നൊരു വാദം പോലെയാണ് സാർ ഈ രോഗം എന്ന് പറയുമ്പോൾ. ഇല്ല, അങ്ങനെ ശരിയില്ല. അടിച്ചേൽപ്പിക്കുന്നത് പോലത്തെ ഒരു ഇല്ല, രോഗം എന്നുള്ളത് കൊണ്ട് ശരി തെറ്റുകൾ അവിടെ ഇപ്പോൾ ഉദാഹരണം മൂക്കടപ്പുള്ളവരുണ്ട്. മൂക്കടപ്പുള്ളവരെല്ലാം മോശക്കാരാണെന്നോ അല്ലെങ്കിൽ അവരെല്ലാം തെറ്റാണെന്നോ എന്നൊരർത്ഥമല്ല. അവർക്ക് അങ്ങനെ അവസ്ഥ ഉണ്ട് എന്നുള്ളതാണ്. അതേ ഉള്ളൂ. ഇപ്പോ ഐൻസ്റ്റീൻ തന്നെ പറഞ്ഞിട്ടുള്ളത് ഈ റിലീജിയനെ കുറിച്ച് ചൈൽഡ്ഹുഡ് ന്യൂറോസിസ് എന്നാണ്. അതായത് ശൈശവത്തിലുണ്ടാകുന്ന ഒരു മാനസിക അപഭ്രംശം. ഇപ്പൊ ലൈക്ക് നമ്മള് ബിങ്കറിസം എന്നാണ് പുള്ളിയാൻ പറയുന്നത്. നമ്മൾ ടോയ്സുമായിട്ട് സംസാരിക്കുന്ന മനുഷ്യരുണ്ട്. ഹാരി പോട്ടർ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കഥാപാത്രങ്ങളുമായിട്ട് അതിനെ അഗാധമായ ഒരു അനുരാഗത്തിലെത്തി അത് ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവിടെയൊക്കെ സംഭവിക്കുന്നത് നിങ്ങൾ അദൃശ്യ ശക്തികളോടും അഭവമായിട്ടുള്ള ശക്തികളോടും ഒക്കെ നിങ്ങൾ ഒരു കമ്മ്യൂണിക്കേഷൻ തുടങ്ങുക, എന്നിട്ട് അത് ഉണ്ട് എന്നുള്ള രീതിയിൽ ജീവിക്കുകയാണ്. സോ യു ക്രിയേറ്റ് എ പാരലൽ വേൾഡ് ഫോർ യുവർ സെൽഫ്. കുട്ടികളെ സംബന്ധിച്ച് അത് പാരലൽ വേൾഡ് ആണെന്ന് പറയാൻ കഴിയില്ല. അവർക്ക് ഈവൻ ഇറ്റ് ക്യാൻ ബി എ റിയൽ വേൾഡ്. അവർക്ക് മറ്റ് വേൾഡ്, നമ്മൾ അറിയുന്ന ലോകം അവർക്ക് അറിയില്ല. അപ്പം ആ ലോകത്ത് അവർ ഓക്കെയാണ്. അപ്പം ഇതേപോലെ ഒരു പാരലൽ വേൾഡാണ് ഈ അഡൽട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അതാണ് റിലീജിയൻ എന്നാണ് പുള്ളി പറഞ്ഞത്. ലൈക്ക് സ്വർഗം, നരകം, ശിക്ഷ, പിന്നെ പ്രാർത്ഥന, മറുപടി, ആശ്വാസം, ഇങ്ങനെയൊക്കെ കുറേ സാധനം ഉണ്ടല്ലോ. ഇത് നമുക്ക് വേണ്ടി തീർക്കുന്ന ഒരു പാരലൽ വേൾഡാണ്. അതുകൊണ്ടാണ് അതിനെ ചൈൽഡ്ഹുഡ് ന്യൂറോസിസ് കണ്ടിന്യൂ ടു ദ അഡൽട്ട്ഹുഡ് എന്ന് പറയുന്നത്. അപ്പോൾ സാറ് എങ്ങനെയാണ്, അതായത് എങ്ങനെയാണ്, അല്ല നമുക്ക് സാറിൻ്റെ ഒരു ജനനത്തിൽ നിന്നാണ് സാർ എവിടെയാ ജനിക്കുന്നത്? ഞാൻ ജനിക്കുന്നത് സാങ്കേതികമായിട്ട് പറഞ്ഞാൽ ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ ഒരു ഹോസ്പിറ്റലാണ്. പക്ഷേ എൻ്റെ തിരുവനന്തപുരം ഹോസ്പിറ്റലാണ് ഫ്രഷ്. സാങ്കേതികമായിട്ട് എൻ്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത് പൗത്രേശ്വരം, കൊട്ടാരക്കര, കൊല്ലം. അതാണ് ജന്മസ്ഥലമായിട്ട്. പിന്നെ അച്ഛനും അമ്മയൊക്കെ എന്തായിരുന്നു ചെയ്യുന്നത്? അച്ഛൻ ഒരു കർഷകൻ, പിന്നെ രാഷ്ട്രീയം, അങ്ങനെയൊക്കെയുള്ള സംഗതിയായിരുന്നു. ഏത് രാഷ്ട്രീയ പാർട്ടിയിലായിരുന്നു? അച്ഛൻ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. സാറിന് പക്ഷേ ഇപ്പോൾ ഒരു ചെറിയ BJP, അത് നമുക്ക് അതിലേക്ക് കടക്കാം. അത് നമുക്ക് ഇങ്ങനെ പോകെ സംസാരിക്കാം. അപ്പോൾ കർഷകനായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും അത്യാവശ്യം നല്ല ഒരു ദൈവവിശ്വാസത്തോടു കൂടി തന്നെ പോകുന്ന ഒരു അച്ഛൻ്റെ അമ്മയുടെയും മകനായിട്ട് ജനിച്ച ഒരു വ്യക്തി. അമ്മയ്ക്ക് ദൈവവിശ്വാസം ഉണ്ടായിരുന്നു. അച്ഛൻ അങ്ങനെ ദൈവവിശ്വാസം കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നല്ലോ സ്വാഭാവികമായിട്ടും. അമ്പലം കമ്മിറ്റിയില് പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു. പക്ഷേ അല്ല, നമ്മള് ഒരുപക്ഷെ നിങ്ങൾക്ക് അന്യമായ വാട്ട് ഈസ് യുവർ ഏജ്? എനിക്ക് 25. ഒരു മേ ബി ഒരു 1970s 80s എന്നൊക്കെ പറയുന്നത് ഈ മതമൊക്കെ ഏറ്റവും ദുർബലപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ നിർവീര്യമാക്കപ്പെട്ട ഒരു സമയമാണ്. അന്ന് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അന്ത്യത്തിരി എത്തിക്കാൻ പോലും മാർഗമില്ലാതെ അമ്പലങ്ങൾ കഷ്ടപ്പെടുന്ന സമയം, അങ്ങനെ ഒരു കാലമുണ്ട്. നിങ്ങൾ ആ കാലത്തെ ആ നിർമാല്യമൊക്കെ പോലെയുള്ള സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ ഈ പട്ടിണിയും പരിവട്ടവും യുദ്ധവും അരക്ഷിതാവസ്ഥയൊക്കെ വരുമ്പോൾ ദൈവങ്ങൾ പിൻവാങ്ങും, മനുഷ്യൻ നരകിക്കുകയും മനുഷ്യന്റെ കയ്യിൽ 4 തുട്ട് വരുമ്പോൾ ദൈവങ്ങൾ പങ്കു ചോദിച്ച് തിരിച്ചെത്തുകയും ചെയ്യും. ഇതാണ് എപ്പോഴും ഈ വിശ്വാസത്തിന്റെ ഒരു അടിസ്ഥാനം. അപ്പോൾ അന്ന് അങ്ങനെയായിരുന്നു. എനിക്കെങ്ങനെ ഒരിക്കലും ഒരു മതം, ദൈവം എന്നൊക്കെ ഉള്ള ഒരു സംഗതി ഒരു എന്താ പറയുന്ന ഒരു ഇമ്പോസിഷനായിട്ടോ അങ്ങനെ പ്രശ്നമായിട്ടോ എനിക്ക് തോന്നിയിട്ടില്ല, വന്നിട്ടില്ല. അല്ല, എങ്കിൽ പോലും സാർ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു ചെറുപ്പ കാലഘട്ടത്തിൽ, അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു 3 to 8 വയസ്സ് വരെയൊക്കെയുള്ള കാലഘട്ടത്തിൽ നമുക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള ശേഷിയൊന്നും വരാത്തൊരു സമയമാണല്ലോ. ആ സമയത്തൊക്കെ സാർ അമ്പലത്തിലും അമ്പലങ്ങളിൽ പോയിട്ടുണ്ട്. അവിടെ സന്ധ്യാനാമം ചൊല്ലിയിട്ടുണ്ട്. ഞാൻ ഇന്ന് രാവിലെ തന്നെ ഒരു കഥ പറഞ്ഞതാണ്. എന്താണ് സന്ധ്യാനാമം ചൊല്ലി തിരിച്ചു വരുന്ന സമയത്ത് തന്നെ ഒരാളെ പിടിച്ചു നിർത്തി ചോദിച്ച കാര്യം ഒക്കെ ഞാൻ പറഞ്ഞാണ്. അത് നമുക്ക് ഇവിടെയും പറയാം. എന്താണ് അതൊക്കെ ഒരുപാട് വേദികൾ പറഞ്ഞിട്ടുള്ളതാണ്. അല്ലെങ്കിൽ പോലും നമുക്ക് നമ്മുടെ ജനങ്ങൾ വേറെ ആയിരിക്കും കാണുന്നത്. ഷഹീൻ, ഞാൻ 1300ഓളം പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇന്റർവ്യൂ കൊടുത്തിട്ട് എനിക്കറിയില്ല. അപ്പൊ പിന്നെ അതിത്രേ ഉള്ളൂ. ഞാനിങ്ങനെ വർഷങ്ങളായിട്ട് സാറിന്റെ ഫോളോവറാ. വീടിനടുത്തുള്ള ഒരു അമ്പലത്തില് ഇതുണ്ട്, പിന്നെ സന്ധ്യാനാമം ചൊല്ലി. അപ്പൊ മൈക്ക് ഉണ്ട്, അപ്പൊ മൈക്ക് കേൾപ്പിക്കാൻ. അപ്പൊ വേറെ ആരും കേൾക്കുന്നില്ല, അടുത്താണ് വീട്. അപ്പൊ ഞാൻ അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എന്നെ ഒരു ഇച്ചിരി മദ്യപിച്ച് നിന്ന ഒരാൾ, ഒരു സ്പിരിച്വലിസ്റ്റ്, പുള്ളി തടഞ്ഞു നിർത്തി. എന്നിട്ട് നിക്കട അവിടെ നിന്ന് എന്റെ കൈ കയറി പിടിച്ചിട്ട്, നീ ഇപ്പൊ എന്തോ പാടിയത്? ഞാൻ പറഞ്ഞു, എന്തോ പാടിയത്? ഞാൻ പറഞ്ഞു, ഒരുപാട് പാടി, സന്ധ്യാനാമം മൊത്തം കുറെ ഉണ്ട്. അല്ല, നീ ഇപ്പൊ ബാലിയെ കുറിച്ച് എന്താണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞു, ബാലിയോ? ആരാണ് ഈ ബാലി? അല്ല, ബാലി. ഞാൻ പറഞ്ഞു, ബാലി.
ആ വരി നിനക്കൊന്ന് ചൊല്ലാവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ കൈ കയറി പിടിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യവും എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു. കൊച്ചുകുട്ടിയല്ലേ, അയാളാണെങ്കിൽ നല്ല സ്മെല്ലും അടിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞ് ആ വരി അവസാനം ഞാൻ പറഞ്ഞു, ഒളിച്ചു നിന്ന് ബാലിയെ തിളച്ച അമ്പിനാൽ കൊല കഴിച്ച രാഘവ മുകുന്ദരാമ പാഹിമ എന്നാണ് പറയുന്നത്. ശ്ലോകമാണ് അല്ലേ, സന്ധ്യാനാമത്തിലുള്ളതാണ്. അപ്പൊ നീ ഒരു മനുഷ്യനാണോടാ? ഞാൻ ചോദിച്ചത്, ഒളിച്ചു നിന്നൊരുത്തനെ കൊല കഴിച്ചവന് നീ പാഹിമ ജയ് വിളിക്കുന്നു, നീ ഒരു മനുഷ്യനാണോടാ? ഇതൊക്കെ നീ വായിച്ചു നോക്കിയിട്ട് തന്നെയാണോ നീ വിളിച്ച് മെക്കിക്കൂടെ പോകുന്നതെന്ന് ചോദിച്ചു. എനിക്ക് പെട്ടെന്നൊരു ഒരിത് തോന്നി. പക്ഷെ ഞാൻ പറഞ്ഞു, എൻ്റെ കൈ വിട് എന്നൊക്കെ പറഞ്ഞു, വിടാ കൈ എന്നൊക്കെ പറഞ്ഞ് ഒറ്റ ഓട്ടം വീട്ടിലേക്ക്. പക്ഷെ ആ ഒരു ചോദ്യം അയാൾ ചോദിക്കുമ്പോൾ തന്നെ എന്നിലൊരു ചോദ്യം വരികയാണ്. ഞാൻ ഉടനെ കയറി എത്തിച്ചൊന്നും ആയില്ല കേട്ടോ, വർഷങ്ങളൊക്കെ എടുത്ത. എന്നാലും ഈ പറയുന്ന ഇത്തരത്തിലുള്ള ട്രിഗേഴ്സ് ഉണ്ടാവും. ആ ട്രിഗേഴ്സ് നമ്മൾ ലോജിക്കലായിട്ട് തന്നെ ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ട് ഭൂമി ഉരുണ്ടതാണോ എന്ന് പറയുന്നതിന് പണ്ട് അരിസ്റ്റോട്ടിൽ കണ്ടെത്തിയ ഒരു 8 കാരണങ്ങൾ. ഈ കാരണങ്ങളെല്ലാം ഏതൊരു മനുഷ്യനും, ഒരു ഗുഹാമനുഷ്യന് പോലും എത്തിച്ചേരാവുന്ന കാരണങ്ങളാണ്. ഡീപ്പറായിട്ട് ചിന്തിച്ചാൽ മതി. വിത്തൗട്ട് സയൻസോ അല്ലെങ്കിൽ മാത്സോ ഫിലോസഫിയോ ഒന്നും അറിയാതെ തന്നെ നിങ്ങളെ ലോജിക്ക് ഉപയോഗിച്ച് എത്തിച്ചേരാൻ കഴിയുന്ന കുറേ കാര്യങ്ങൾ. അപ്പം അങ്ങനെ കുറെ നിർദ്ധാരണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേക്ക് പ്രാർത്ഥന നിർത്തി. പ്രാർത്ഥന എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് ഒഴിവാക്കി. ഒരു ദൈവമേ എന്ന് വിളിച്ചിട്ടില്ല, പിന്നെ തോർത്ത് വിരിച്ചിടലാണല്ലോ. അതെന്താണ് തോർത്ത് വിരിച്ചിടുന്നത്? എന്തിനാ പിശക്കായിട്ടല്ലേ തോർത്ത് വിരിച്ചിടുന്നത്? അതാണോ പ്രാർത്ഥന? പിന്നല്ല, മനസ്സിന് റിലീഫ് കിട്ടാൻ വേണ്ടിയല്ലേ പ്രാർത്ഥന? അയാളോട് ഇരിക്കുന്ന അതായത് ഞാൻ വിശ്വസിക്കുന്നത്, നമുക്ക് എന്തൊരു പ്രശ്നം ഉണ്ടായാലും മറ്റൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ നമുക്കതിന് റിലീഫ് കിട്ടും അല്ലേ? അതിൻ്റെ സയൻസാണ് അതല്ലേ? ഏത് വ്യക്തിക്കും ഒറ്റയ്ക്കിരുന്നാൽ ഡിപ്രഷൻ മൂത്ത് ഒരുപാട് എത്രയോ പേര് ആത്മഹത്യ ചെയ്യുന്ന കാലഘട്ടമാണിത്. അതൊക്കെ ഇതിൻ്റെ ഡിപ്രഷനാണ് അതിൻ്റെയൊക്കെ മൂല കാരണം എന്നാണ് പൊതുവെ പറഞ്ഞു വരുന്നത്. അപ്പം ഒരു വ്യക്തിയോട്, അതായത് നമുക്ക് സംസാരിക്കാൻ ഒരു വ്യക്തി ഉണ്ട് എന്നൊരു തോന്നൽ, അതിപ്പം ദൈവമായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ മനുഷ്യനായിക്കൊള്ളട്ടെ, ആരും ആയിക്കൊള്ളട്ടെ, ഈ ദൈവത്തോട് നമ്മളങ്ങനെ ഒന്ന് കൈകൂപ്പി സംസാരിക്കുന്നതിൽ എന്താണ് സാറിന് അത്ര അത് ഒരു തെറ്റായിട്ട് തോന്നാനുള്ള കാരണം? എൻ്റെ ചേതോവികാരം എന്താണ്? എവിടെ നിന്നാണ് ഈ ഏത്തിസ്റ്റ് എന്നുള്ള ആ ഒരു ഇതിലേക്ക് സാറ് എത്തപ്പെടുന്നതെന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. ഏത് പ്രായത്തിലാണ് കൃത്യമായിട്ട് ഞാൻ ഇനി ദൈവമേ എന്നൊരു വിളിക്കില്ല, അല്ലെങ്കിൽ ദൈവത്തോട് എനിക്ക് യാതൊരു ഭക്തിയും ഇനി ഉണ്ടാവില്ല എന്ന് തീരുമാനിക്കുന്ന ആ സമയം അതാണ്? ഷഹീൻ, ഇത് ആക്ച്വലി ചോദ്യങ്ങളൊക്കെ ലോഡഡ് ആണ്. അതായത് ദൈവത്തോട് ഇനി ഒരു ബന്ധവും ഉണ്ടല്ലോ. അപ്പൊ ദൈവത്തോടൊരു ബന്ധം ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ, ഇപ്പൊ ഞാൻ ഷഹീനുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്ന് പറയുമ്പോൾ ഷഹീൻ ആദ്യം ഉണ്ടാവേണ്ടത്. ഷെബിൻ ആദ്യം ഉണ്ടാവാറുണ്ട്. ഷെബിൻ ഉണ്ട്, ഷെബിനുമായിട്ട് എനിക്ക് ബന്ധം ഞാൻ വിച്ഛേദിച്ചു എന്നല്ല എന്റെ അർത്ഥം. അപ്പൊ ആദ്യം ഈ പറഞ്ഞ സാധനം ഉണ്ടാവണം. അല്ല, ചെറുപ്പകാലത്തിൽ സന്ധ്യാനാമമൊക്കെ ചൊല്ലിയ ആളെന്നാണല്ലോ പറഞ്ഞത്. അതൊരു വിഭ്രാന്തിയാണ്, അതൊരു ഡെല്യൂഷനാണ്. നിങ്ങൾ കാണുകയാണ്, ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ അങ്ങനെ ഒരു സംഗതി ഉണ്ട് എന്നല്ല, നമ്മളങ്ങനെ കാണുകയാണ്. നിങ്ങൾ ഇപ്പോൾ പറഞ്ഞൊരു ചോദ്യം, ഇത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഒരുപാട് തവണ ഉത്തരം പറഞ്ഞ കാര്യമാണ്. ഈ ഉദാഹരണമായിട്ട് നിങ്ങൾക്കൊരു പ്രശ്നം വരുന്നു, അത് സാമ്പത്തിക പ്രശ്നമാണെങ്കിൽ നിങ്ങൾ ഒരു പണക്കാരനെയോ അല്ലെങ്കിൽ ഒരു ബാങ്കിനെ സമീപിക്കുന്നു. നിയമ പ്രശ്നമാണെങ്കിൽ ഒരു അഡ്വക്കേറ്റിനെ സമീപിക്കുന്നു. ആരോഗ്യ പ്രശ്നമാണെങ്കിൽ ഒരു ഡോക്ടറിനെ സമീപിക്കുന്നു. വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ ഒരു മെക്കാനിക്കിനെ സമീപിക്കുന്നു. ഓരോ രംഗത്തും നിങ്ങൾക്ക് ആശ്വാസവും സഹായവും പകർന്നു നൽകാൻ ശേഷിയുള്ള ഒരുപാട് ആളുകളുണ്ട്. തീർച്ചയായിട്ടും അവരെയൊക്കെ നിങ്ങൾ സമീപിക്കുകയും കാര്യങ്ങൾ പറയുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വാട്ട് ഈസ് കോൾഡ് ആശ്വാസം കിട്ടും. അത് റിയൽ ആശ്വാസമാണ്, ഉള്ളതാണ്, അത് സാധുവാണ്, വാലിഡ് ആണ്. നിങ്ങൾ ഈ പറയുന്ന സാധനം ഫുൾ ഉഡായിപ്പാണ്. നിങ്ങൾ വെറുതെ ഈ സാധനം സമർപ്പിക്കുന്നുണ്ടാകാം. ഞാൻ പറഞ്ഞത് ഒരു ദൈവവിശ്വാസത്തിന്റെ അടിസ്ഥാനം 3 B ആണ്: ബെഗ്, ബ്രാഗ് ആൻഡ് ബ്രാഗ്. ജീവിത കാലം മുഴുവൻ നിരത്തി ഇങ്ങനെ വിരിച്ചിട്ടിരിക്കുന്ന ഒരു തോർത്താണ് യഥാർത്ഥത്തിൽ ഭക്തി എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ പറയുന്നു, നിങ്ങളുടെ മനസമാധാനം വേണമെന്നൊക്കെ പറയാം. അപ്പം പല പല കാര്യങ്ങൾ പറയും, നിങ്ങളോട് തന്നെ സംസാരിക്കും, നിങ്ങൾ കേൾക്കും, കുറെയൊക്കെ നിങ്ങൾ തന്നെ നടപ്പിലാക്കും. ഇപ്പൊ MBBS ജയിക്കണം, എനിക്ക് MBBS തരണമേ ഇന്നാര് എന്ന് പറയും. പണ്ട് ഗാലിലിയോ ചെയ്ത ഒരു പരീക്ഷണമുണ്ട്. അതായത് ഒരു ഭാരമുള്ള ഒരു വസ്തുവും ഭാരമില്ലാത്തൊരു വസ്തു ഒരുമിച്ച് തറയിലിട്ട് കഴിഞ്ഞാൽ ഏതാണ് ആദ്യം വരിക എന്നുള്ളതിന് അരിസ്റ്റോട്ടിൽ പറഞ്ഞ ഉത്തരം ഭാരമുള്ള വസ്തു എന്നായിരുന്നു. അത് തിരുത്തതാണ് ഗാലിലിയോ ചെയ്തത്. അതിനായിട്ട് പിസാഗോരത്തിന് മേളിൽ നിന്ന് 2 ഈയഗോളങ്ങൾ ഒരേ സമയം അദ്ദേഹം താഴെ ഇട്ടു എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു പരീക്ഷ നടന്നതിന് തെളിവൊന്നുമില്ല, പക്ഷെ ആക്ച്വലി പുള്ളി വേറെ രീതിയിൽ അത് ചെയ്തു എന്നാണ് പറയുന്നത്. അതായത് ആദ്യം ഇത് താഴെ ഇടുക, ഒരു സമയത്ത് തിരിച്ച് താഴെ വീഴുക, എന്നിട്ട് ഇത് രണ്ടുകൂടെ കൂട്ടിക്കെട്ടിയിട്ട് താഴെ ഇടുക. അപ്പോഴും ഒരേ സമയത്ത് വീഴുകയാണെങ്കിൽ എന്താ എൻ്റെ അർത്ഥം? ഇത് രണ്ട് സമയത്ത് വീഴുകയാണെങ്കിൽ ഈ ചെറിയ വസ്തു വലിയ വസ്തുവിന്റെ വേഗത കുറയ്ക്കണം.
കുറയ്ക്കണം. അതാണ് അങ്ങനെയല്ല, ഇത് രണ്ടും ഒരേപോലെയാണ് വീഴുന്നതെങ്കിൽ അത് രണ്ടും സെയിം ഇതെന്നുള്ള ഇതിലേക്ക് വരുമല്ലോ. അതെ. അപ്പൊ ഈ ഈയ ഗോളത്തിന് പകരം ഒരു പഞ്ഞിക്കെട്ട്, ഈയ ഗോളം ഒരുമിച്ച് താഴെ ഒരേപോലെ വീഴില്ല. പഞ്ഞിക്കെട്ട് കുറച്ച് കഴിഞ്ഞ് വീഴുള്ളൂ. ഇത് രണ്ടും കൂടെ കൂട്ടിക്കെട്ടി വീണ് കഴിഞ്ഞാൽ അതിന്റെ മൊത്തത്തിലുള്ള വേഗത കുറയും. കറക്റ്റ് അല്ല. പക്ഷേ ഈയ ഗോളം വലുതോ ചെറുതോ ഭാരവ്യത്യാസമില്ല, ഒരേ സ്വഭാവവും സാന്ദ്രതയുള്ള വസ്തുക്കളായതുകൊണ്ട് ഒരേപോലെ താഴത്തോട്. ഇത് പ്യുവർ ലോജിക്കാണ്. അതും ഇതുമായിട്ട് എങ്ങനെയാണ് നമ്മൾ ബന്ധിപ്പിക്കുന്നത്? താങ്കൾ പറഞ്ഞ ചോദ്യം, ഒരു പ്രാർത്ഥനയായാലും എന്തെങ്കിലും ഒരു ആക്ഷൻ ആയാലും, നിങ്ങൾ നടത്തുന്ന പ്രാർത്ഥന നടക്കുന്നത് നിങ്ങൾ അത് നടത്തുന്നത് കൊണ്ടാണ്. നിങ്ങളത് നടത്തുന്നില്ലെങ്കിൽ അത് സംഭവിക്കില്ല. ഞാനെപ്പോഴും പല്ലിയുടെ വാലാണ് അതിന് പ്രധാനമായിട്ട് ഉദാഹരണമായിട്ട് പറയുന്നത്. നിങ്ങളുടെ ഒരു ശരീരം മുറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടുകാരും നാട്ടുകാരും നിങ്ങളുടെ ഉമ്മത്ത് സഹിതം പ്രാർത്ഥിച്ചാലും നിങ്ങളുടെ ഇപ്പം മുറിഞ്ഞു പോയ ഒരു കൈ വളരില്ല. ഇല്ല. പക്ഷെ ഒരു പല്ലിയുടെ വാല് മുറിച്ചിട്ട് ഒറ്റ പല്ലിയും പ്രാർത്ഥിക്കാതെ ആ വാല് വളർന്നു വരും. കാരണം അത് സഹജവും സാധ്യമായ ഒരു കാര്യമായതുകൊണ്ട് വാല് വളരും. നിങ്ങളുടെ ഇത് സഹജവും സാധ്യവുമല്ല. എന്നാൽ നിങ്ങളുടെ കരൾ ഇച്ചിരി മുറിച്ചു മാറ്റിയിട്ട് അത് വളരണമേ എന്ന് നിങ്ങളെ ആരും പ്രാർത്ഥിച്ചില്ലെങ്കിലും അത് വളരും. കാരണം അവിടെയുള്ള നിങ്ങളുടെ കോശങ്ങൾക്ക് ആ ഒരു സ്വഭാവമുണ്ട്. അതായത് എന്താണോ ഇൻഹറൻ്റ് ആയിട്ട് പൊട്ടൻഷ്യലായിട്ട് ഉള്ളത് അത് ഓക്കെയാണ്. അതിന് നിങ്ങൾ പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും സെയിം റിസൾട്ട്. ഇപ്പം മനസ്സിലായോ ഗാലലിയുടെ പരീക്ഷണം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം? രണ്ടും ഒരുമിച്ച് താഴെ വീഴുന്നതുകൊണ്ടാണ് കൂട്ടിക്കെട്ടി ഇട്ടപ്പോഴും ഒരേപോലെ താഴെ വീണത്. മനസ്സിലായോ? ക്ലിയർ ആയിട്ടില്ല എങ്കിൽ പോലും അത് പൂർണ്ണമായിട്ട് എനിക്ക്, ഞാനൊരു മതവിശ്വാസി ആയതുകൊണ്ടായിരിക്കും സാറ് പറയുന്നത് എനിക്കത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയാത്ത പ്രശ്നമുണ്ട്. ഒരു ഭാരം കൂടിയ ഈയ ഗോളും ഭാരം കുറഞ്ഞ ഈയ ഗോളും ഒരു ഉയരത്തിൽ നിന്ന് താഴേക്ക് ഒരുമിച്ച് വീഴും. അതാണ് കറക്റ്റ് ആയിട്ടുള്ള കാര്യം. അത് ചന്ദ്രനിലൊക്കെ കറക്റ്റ് ആയിട്ട് അപ്പോളോ 12 അത് തെളിയിച്ചിട്ടുണ്ട്. ഇനി ഇത് ഒറ്റക്കിട്ടാലും രണ്ടുകൂടെ കൂട്ടിക്കെട്ടി വിട്ടാലും ഒരേ സമയത്ത് വീഴുള്ളൂ. കാരണം അതിന് സഹജമായി ഒരേ സമയത്ത് വീഴാനുള്ള ഒരു ക്വാളിറ്റി ഉണ്ട്, ഒരു സ്വഭാവം ഉണ്ട്. അതൊരു സത്യമാണ്, ഒരു വസ്തുതയാണ് എന്നുള്ളതാണ്. വെയിറ്റ് കൂടുതലുണ്ടെങ്കിലും വെയിറ്റ് കൂടുതലില്ലെങ്കിലും അത് രണ്ടുപേരും കൂട്ടിക്കെട്ടി വെച്ചാലും വീഴും എന്നാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ നിങ്ങൾക്ക് നടക്കാൻ ഇടയുള്ള ഒരു സാധ്യത, ഉദാഹരണമായിട്ട് നിങ്ങളൊരു പരീക്ഷ എഴുതുന്നു, നന്നായിട്ട് എഴുതുന്നു, ജയിക്കണേന്ന് പ്രാർത്ഥിക്കുന്നു, ജയിക്കുന്നു. അത് ചിലപ്പോ മനസ്സിലായി, ഇപ്പൊ ക്ലിയർ ആയി. അവിടെ നിന്ന് വരുന്ന ഒരു ഉത്തരം കൊണ്ടൊന്നും അല്ല നിങ്ങൾ ജയിക്കുന്നത്, അത് സഹജമായിട്ട് നിങ്ങൾ ജയിച്ചു എന്നുള്ളതാണ് സാറ് പറയുന്നത്. വർക്ക് ചെയ്തു, നിങ്ങൾ ഹാൾ ടിക്കറ്റ് വാങ്ങിച്ചു, നിങ്ങൾ അറ്റൻഡ് ചെയ്തു, നിങ്ങളെല്ലാം ചെയ്തു, നിങ്ങൾ അതിനകത്ത് വൃത്തിയോടൊന്നും മറിച്ചു വെച്ചില്ല, സ്വാഭാവികമായിട്ടും നമ്മൾ എന്താണോ ജയിക്കാൻ വേണ്ടത് അതെല്ലാം നിങ്ങൾ ചെയ്തു. എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയോ, നിങ്ങൾ ആഹാരം കഴിക്കാതിരിക്കുകയോ, നിങ്ങൾ കിടന്ന് ഉരുളുകയോ, നിങ്ങൾ തേര് വലിക്കുകയോ, തൂങ്ങുക എന്ന് പറഞ്ഞാൽ ഗരുഡൻ തൂക്കം, അങ്ങനെയുള്ള തൂക്കം നിങ്ങൾക്ക് എന്തും ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 10 ദിവസം പ്രാർത്ഥന, അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു തീർത്ഥാടനം എല്ലാം നടത്താം. അപ്പൊ കുട്ടികൾ ഉണ്ടാക്കുന്നത് തൊട്ടിൽ കെട്ടി കുട്ടി ഉണ്ടാക്കാം, ഉള്ളി കമിഴ്ത്തി കുത്തി കുട്ടി ഉണ്ടാക്കാം, വെള്ളം കുടിച്ചും ബിസ്ക്കറ്റ് തിന്നും പല രീതിയിലും കുട്ടി ഉണ്ടാക്കാം, അല്ലാതെയും കുട്ടി ഉണ്ടാക്കാം. അല്ലാതെ കുട്ടി ഉണ്ടാക്കാൻ കഴിയുന്നത് കൊണ്ടാണ് ഇതെല്ലാം ചെയ്തിട്ടും ഉണ്ടാക്കാൻ കഴിയുന്നത്. മനസ്സിലായോ? പക്ഷെ എന്നിരുന്നാൽ പോലും കുട്ടി ഉണ്ടാക്കാനുള്ള യഥാർത്ഥ രീതി എല്ലാ മതവും പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ. ഇപ്പം മറ്റേ രീതിയിൽ ടെസ്റ്റ് ട്യൂബ് ശിശുക്കളാണെങ്കിൽ പോലും സയൻസ് എത്രത്തോളം വിജയിച്ചെന്ന് പറഞ്ഞാലും ഒരു സ്ത്രീയും ഒരു പുരുഷൻ്റെയും രണ്ടും കൂടി ചേരുമ്പോൾ മാത്രമേ ഉള്ളൂ ഒരു കുട്ടിയെ നമുക്ക് ജന്മം നൽകാൻ പറ്റുള്ളൂ എന്നുള്ളതാണല്ലോ ഇത്. അതും ദൈവമായിട്ട് ബന്ധപ്പെടുത്തി, അല്ലെങ്കിൽ മറ്റു മതങ്ങളൊക്കെ ഇപ്പോൾ ഇസ്ലാം മതമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ പറയുകയാണെങ്കിൽ ഭ്രൂണശാസ്ത്രത്തെക്കുറിച്ച് ഇസ്ലാം കൃത്യമായിട്ട് പറയുന്നില്ലേ? ഞാൻ അതിനെക്കുറിച്ച് ഒരു വലിയൊരു പ്രസംഗം തന്നെ ചെയ്തിട്ടുണ്ട്. അത് ജനങ്ങളിലേക്ക് എത്തിക്കണം. അതായത് ഞാൻ ചോദിക്കുന്നത്, ഈ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ യാതൊരു കഴിവുമില്ലാത്ത ഒരു വ്യക്തി, അതായത് നിരക്ഷരനായിരുന്ന വ്യക്തിയാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതായത് എഴുത്തോ വായന അറിയാത്ത ഒരു വ്യക്തി. ആ ഒരു വ്യക്തി എങ്ങനെ ഭ്രൂണശാസ്ത്രത്തെക്കുറിച്ച് എനിക്ക് തോന്നുന്നു 5-ാം അധ്യായത്തിൽ 3-ാം സൂക്തം എങ്ങാണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അത് വളരെ വ്യക്തമായിട്ട് അങ്ങനെ ഒരു ഇൻസിഡന്റ് പറയാന്ന് പറഞ്ഞാൽ അത് അത്ഭുതമല്ലേ? അതെങ്ങനെ പറയാൻ സാധിക്കും? ഒന്ന് നിങ്ങൾ ലോഡഡ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ഒന്ന്, ഈ ഖുറാനിൽ പറയുന്ന ഭ്രൂണശാസ്ത്രം എന്ന് പറഞ്ഞാൽ ബുൾഷിറ്റ് ആണ്. അത് ഞാൻ വളരെ വിശദമായിട്ട് 1.5 മണിക്കൂറുള്ള ഒരു വീഡിയോയിൽ അതിനകത്ത് ഓരോരോ ഘട്ടങ്ങളിൽ ഓരോരോ സമയത്തുണ്ടാകുന്ന ഫോർമേഷൻ ഒക്കെ വെച്ചുകൊണ്ട് ഖുറാനിൽ പറയുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നു തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതെങ്ങനെ പറയാം? അതൊന്ന് വിശദീകരിച്ച് തരികയാണെങ്കിൽ ഇപ്പൊ ഞാൻ എനിക്കും കുറച്ച് അറിവ് കിട്ടും. അതെന്താ പ്രശ്നം എന്ന് വെച്ചാല് അതിന്റെ ഓരോരോ ഘട്ടവും ആയത്തുകളും ഒക്കെ ഞാനിപ്പോ ഒരു 5-6 വർഷമായിക്കാണ് ആ പരിപാടി ചെയ്തത്. അപ്പൊ ഓരോരോ ശ്ലോകങ്ങളും ഓരോരോ ആയത്തിലും ഓരോരോ സമയത്ത് ഓരോന്ന് വരുന്നു, പിന്നെ ചൂയിങ്കം പോലെ വരുന്നു, ഇങ്ങനെയൊക്കെയുള്ള കുറെ സംഗതികളുണ്ട്. ഇതെല്ലാം അങ്ങനെ അല്ല എന്നുള്ളതിന് വളരെ ഇതുമായി ബന്ധപ്പെട്ട ഡോക്ടേഴ്സും ഫിസിഷ്യൻസും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ
വെച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ എനിക്കിപ്പം എല്ലാം അതേ കണക്ക് ഗ്രാനുലാർ ഡീറ്റെയിൽസ് റീകോൾ ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇത് ഇത്രേ ഉള്ളൂ. അത് വെറുതെ ഒരു മതഭാവന മാത്രമാണ്. ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് അങ്ങനെ ഇല്ല എന്ന് മാത്രമല്ല, പിന്നെ ഈ പ്രാചീന സമൂഹങ്ങളിലും ഈ മനുഷ്യര് അബോർഷൻ വരാറുണ്ട്, ചാപ്പിള വരാറുണ്ട്, പല പ്രായങ്ങളിലും പല ഘട്ടങ്ങളിലും വരാറുണ്ട്. അപ്പോൾ ഓരോ ഘട്ടങ്ങളിലും ഓരോ പ്രായങ്ങളിലും ഒക്കെ 6 മാസം പ്രായമുള്ള ഒരു സ്ത്രീയുടെ അബോർഷൻ ഉണ്ടായപ്പോൾ എന്താണ് പുറത്തു വന്നത്, 7 ആഴ്ച എത്രയാണ്, 8 ആഴ്ച. അപ്പൊ ഇതൊക്കെ കണ്ട് പ്രാകൃത അറിവുകളുണ്ട്. ഇപ്പൊ ഗാലന്റെ ഒക്കെ കാലഘട്ടത്തിൽ ഇപ്പം ഈ മുഹമ്മദൊക്കെ 6-7 നൂറ്റാണ്ട്, അതിനൊക്കെ എത്രയോ 10,000 വർഷത്തിന് മുന്നേ തന്നെ ഇത് സംബന്ധിച്ചുള്ള ഓരോരോ സിദ്ധാന്തങ്ങളുണ്ട്. അതിന്റെയൊക്കെ ഒരു എന്താ പറയുന്ന ഒരു ഈച്ചക്കോപ്പിയാണ് ഈ ഖുറാനിൽ കാണുന്ന പല കാര്യങ്ങളും. ഈ ഇസ്ലാമിലെ കഥ പോലും ജൂത കഥയല്ലേ. ഇസ്ലാമിന്റെ കഥ അല്ല, അത് ഇസ്ലാം മത വിശ്വാസികൾ അല്ല, ഇസ്ലാം മത വിശ്വാസികൾ വിശ്വസിക്കുന്നത് ഈസാ നബി അലൈഹി ഇസ്ലാം, അതായത് ഇപ്പം യേശു ക്രിസ്തു അല്ലെങ്കിൽ ഇസ്രായേലിലാണല്ലോ ഇതെല്ലാം സംഭവിച്ചത്. ഇതെല്ലാം പരസ്പര അനുപൂരകങ്ങളാണ്. ഈ ജൂതമതമാണെങ്കിലും ക്രൈസ്തവ മതമാണെങ്കിലും ഇസ്ലാം മതമൊക്കെ ആണെങ്കിലും സഹോദര മതങ്ങൾ എന്നാണ് ഞങ്ങളുടെ മതത്തിൽ പഠിപ്പിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും അങ്ങനെ സംഭവിച്ചു വന്നതാണ്. അപ്പം ഏതെങ്കിലും ഒന്ന് മറ്റൊന്നിനെ മറികടക്കുന്നതാണെന്നുള്ളതിന് അർത്ഥമില്ല. അതിൻ്റെ മറികടക്കുന്നില്ല. ഇപ്പൊ ക്രോണോളജിക്കൽ ഓർഡറിൽ നോക്കുമ്പോൾ ജൂതമതം വന്നു കഴിഞ്ഞിട്ടൊരു 10,000-1500 വർഷം കഴിഞ്ഞല്ലേ ഇസ്ലാം വരുന്നത്. അല്ല, നിലവിൽ ഇപ്പൊ അബ്രഹാമിന്റെ കഥയായാലും പേര് അല്ല, അതിൻ്റെ അകത്തെ വ്യത്യസ്തത എന്താണെന്നുണ്ടെങ്കിൽ സാറിന് എന്തായാലും അറിയാം, എനിക്ക് സാറിനെ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിരുന്നാൽ പോലും ഈ ജൂതമതവും ക്രൈസ്തവ മതവും ഇസ്ലാം മതവും തമ്മിലുള്ള ഏക വ്യത്യാസം എന്ന് പറയുന്നത്, ജൂതമതം വിശ്വസിക്കുന്നത് പിഴച്ചു പെറ്റ സന്തതിയാണ് ഈ ഈസാ നബി അലൈഹി സ്വലാം അല്ലെ യേശു ക്രിസ്തു എന്നുള്ളതാണ് അവരുടെ വിശ്വാസം. എന്നാൽ ഇസ്ലാം വിശ്വസിക്കുന്നത് ദൈവത്തിൽ നിന്നുള്ള പ്രവാചകനാണെന്നും, എന്നാൽ ക്രൈസ്തവ വിശ്വാസികൾ വിശ്വസിക്കുന്നത് ദൈവമാണെന്നും എന്നുള്ളതാണല്ലോ ഈ ആത്യന്തികമായിട്ടുള്ള വ്യത്യാസം. അതല്ലേ അല്ലെ നിങ്ങളിങ്ങനെ പിന്നെ പുട്ടിയടിച്ചുണ്ടാക്കുന്ന സാധനം. ഒന്ന് ഈ ദൈവത്തിൽ നിന്നുള്ള പ്രവാചകൻ, വാട്ട് യു മീൻ ബൈ ദാറ്റ്? അങ്ങനെ ദൈവത്തിൽ നിന്നൊരു പ്രവാചകൻ വരുന്നില്ലല്ലോ. ഈ ഇവിടെയുള്ള മനുഷ്യർക്ക് പിറക്കുന്ന ആളുകൾ ഒരു ദിവസം പ്രവാചകനാണെന്നുള്ള വേഷം കെട്ടി നടക്കുന്നു എന്നല്ല പറയാൻ പറ്റും. അത് സാറിന്റെ വിശ്വാസമാണ്, അല്ല സാറിന്റെ ഒരു അഭിപ്രായമാണ്. ഞാൻ വിശ്വാസിയായതിനാൽ എനിക്ക് വിശ്വാസിയാകുന്നു എന്നുള്ളതിന് നമ്മൾ എന്തും നമുക്ക് പറയാം. നേരത്തെ സാറ് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ചോദിക്കട്ടെ സാറേ, ഈ ഭ്രൂണശാസ്ത്രത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ സാറ് പറഞ്ഞിരുന്നു ഇതൊക്കെ ചുമ്മാ അൾട്രാ ഫേക്ക് ആണ് ചുമ്മാ. ഞാൻ പറഞ്ഞു കേൾക്കും, ഞാൻ ഈ സംബന്ധിച്ച് അല്ല, അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, അതായത് ഈ കേറ്റ് ലിയാൻ മോറി എന്ന് പറയുന്ന ഒരു ഭ്രൂണശാസ്ത്രജ്ഞൻ എങ്ങനെയാണ് ഇവൻ ഇസ്ലാം മതം സ്വീകരിക്കുന്നത്? ഇതിന്റെ അതിനകത്തുണ്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇത്രത്തോളം, അതായത് ഏറ്റവും ലോകം കണ്ട ഏറ്റവും മികച്ച ഭ്രൂണശാസ്ത്രജ്ഞന്മാരിൽ പേര് ശരിയാണോ നോക്കെ, കേറ്റ് ലിയാൻ മോറി തന്നെയല്ലേ? മോറി കേറ്റ് ലിയാൻ മോറി എന്ന് പറയുന്ന ഒരു വ്യക്തി. അതെങ്ങനെയാ അപ്പൊ? കാരണം ഒരു കാര്യത്തെക്കുറിച്ച്, അതായത് ഈ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ എന്താ പറയാ, സുലൈമാന് കുടിച്ചവർക്ക് അതിന്റെ ടേസ്റ്റ് അറിയത്തുള്ളൂ നമ്മൾ പറയും. എന്തും രുചിച്ചവർക്കേ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അറിയത്തുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് അത്രത്തോളം അഗാധമായി പാണ്ഡിത്യമുള്ള ഒരു വ്യക്തി അതിനെക്കുറിച്ച് പഠിച്ചിട്ട് ഇത് കൃത്യമാണ് എന്ന് പറഞ്ഞ് ഇസ്ലാമിൽ ഇത് പറയുന്നത് അത്ഭുതപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാണ് പുള്ളി ഇസ്ലാം മതം സ്വീകരിക്കുന്നത്. അപ്പം അതിൻ്റെ അകത്ത് പുള്ളിയാണോ മണ്ടൻ അതോ ഈ പറയുന്ന നമ്മളാണോ മണ്ടൻ എന്നൊരു ചോദ്യമുണ്ട്. ഇസ്ലാമിലെ ഭ്രൂണശാസ്ത്രം ഇറ്റ് ഈസ് എ ടോട്ടലി ഡീബങ്ക്ഡ് ഐഡിയ. അതായത് ഞാൻ പറയുന്നതാണ് അല്ല, ഒരൊറ്റ കാര്യം കൂടി സാർ, അതായത് ഏത്തിസം എന്ന് പറയുന്ന കാര്യത്തിൽ സാറ്, നിരീശ്വരവാദത്തിൽ സാറ് ഇപ്പോൾ കേരളത്തിൽ ഒരു എന്താ പറയുക, എല്ലാവരും നോക്കിക്കാണുന്ന ഒരു മുഖമാണ് സാറിൻ്റെ സംസാരങ്ങൾ കേൾക്കാൻ ആളുണ്ട്, സാറ് ചിന്തിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ പുറകെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുപോലെ ഭ്രൂണശാസ്ത്രത്തിലെ ഏറ്റവും മെയിൻ വ്യക്തിയായിരുന്നു, ലോകം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു ഈ കേറ്റ് ലിയാൻ മോറി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹമൊക്കെ ഇസ്ലാം മതത്തിലേക്ക് വരണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണില്ലേ സാർ അതിൻ്റെ? ഓക്കെ, റിപ്പീറ്റ്. ഈ പറയുന്ന ഈ പുള്ളി വന്നോ, ഇസ്ലാമിലേക്ക് വന്നോ, ഒന്നാമത്തെ ചോദ്യം വന്നോ, ഈ പുള്ളി പറഞ്ഞത് ശരിയാണോ? ഇതിന്റെ മൊത്തം കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാനൊരു വീഡിയോ അവിടെ കിടപ്പുണ്ട്, മിറാക്കുള എന്ന് പറയുന്ന വീഡിയോ. മിറാക്കുള 3 or 4 ആണ്. ഇത് വർഷങ്ങളായിട്ട് ഇതൊക്കെ പഴയ ഈ അടിച്ച് തീർത്ത കേസുകളാണ്. ഇപ്പൊ ഇസ്ലാമിസ്റ്റുകൾ പോലും അത് ഉന്നയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ താങ്കൾ അത് ഉന്നയിച്ചു, അതുകൊണ്ട് ഞാൻ പറയാം. 2, ഏതെങ്കിലും ഒരു ഇപ്പൊ ഹെഗ്ഡെ എന്ന് പറയുന്ന ഒരു MBBS പാസ്സായ, ആയുർവേദം എല്ലാം പാസ്സായ ഒരാളുണ്ട്. പുള്ളി കുറെ കാര്യങ്ങൾ മെഡിസിനകത്ത് പറയാറുണ്ട്. അപ്പൊ പുള്ളി ചോദിക്കാൻ പറയാം, മോഡേൺ മെഡിസിനിലും പുള്ളിക്ക് MBBS ഉണ്ട് എന്ന് പറയാറുണ്ട്. നമ്മൾ സയൻസിൽ അതുപോലെ തന്നെ ലോജിക്കലും 2 കാര്യങ്ങളുണ്ട്. ഒന്ന് അപ്പീൽ ടു അതോറിറ്റി എന്നാണ്. ഒരു അതോറിറ്റി പറഞ്ഞു, ഇപ്പോൾ സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ പല്ല് കുറവാണ് എന്ന് അരിസ്റ്റോട്ടിൽ പറഞ്ഞതുകൊണ്ട് മാത്രം 100 കണക്കിന് വർഷം പാശ്ചാത്യ ലോകം അങ്ങനെ വിശ്വസിച്ചിരുന്നു. ഒരുത്തനും സ്വന്തം ഭാര്യയുടെയോ മകളുടെയോ
വായ തുറന്ന് പല്ലെണ്ണി നോക്കാൻ ശ്രമിച്ചിട്ടില്ല. അപ്പം അപ്പീൽ ടു അതോറിറ്റി എന്ന് പറയുന്ന ഒരു ന്യായ വൈകല്യമാണ്. ഇപ്പൊ ഏതെങ്കിലും ഇന്ന് ഞാനിപ്പം IMA ഒരു മീറ്റിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് കിട്ടിയൊരു അറിവനുസരിച്ച് ഈ IMA മീറ്റിൽ പങ്കെടുക്കുന്ന പല ആളുകളും ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യുന്നവരോ സ്വന്തം മക്കൾക്ക് ഹോമിയോപ്പതി കൊടുക്കുന്നവരാണ്. ഈ മോഡേൺ മെഡിസിൻ ശാസ്ത്രം എന്ന് പറയുന്നത് അതിന്റെ ഒരു മെത്തേഡാണ്. അതാരുടെയും കുത്തകാവകാശമില്ല, അതൊരു മെത്തേഡാണ്, ശാസ്ത്രീയമായ മനോവൃത്തി. അതനുസരിച്ച് ഇപ്പം ഒരു അതോറിറ്റി പറഞ്ഞാലും ഒരു കർഷകൻ പറഞ്ഞാലും ഇത് സയൻസ് പറയുന്ന കാര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതാണോ? ആണെങ്കിൽ മാത്രമാണ് അത് സയൻസിൽ സാധുവാകുന്നത്. അല്ലാതെ ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളും നിരന്ന് നിന്ന് ഭൂമി പരന്നതാണെന്ന് പറഞ്ഞാലും ഭൂമി ഉരുണ്ടിരിക്കും, അല്ലെ? മാറുന്നില്ലല്ലോ. അല്ല, അതും ഇസ്ലാമിൽ പറയുന്നില്ലേ? ഖുർആനിൽ ഗോളശാസ്ത്രത്തെ കുറിച്ച് പറയുന്നില്ലേ? അത് പിന്നെ ബാധിക്കുന്നില്ല. അതിന് മുമ്പേ എത്രയോ മുമ്പ് പോയിട്ടുള്ള കാര്യങ്ങൾ ഖുർആനിൽ പറഞ്ഞു ഇതാണ് സംഗതി എന്ന് പറഞ്ഞു. ഞാൻ 2-3 വീഡിയോ ചെയ്തിട്ടുണ്ട്. എനിക്ക് താങ്കൾ ഇക്കാര്യത്തിൽ ഒട്ടും അപ്ഡേറ്റഡ് അല്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇതൊക്കെ ഡീബങ്ക് ചെയ്തിട്ടുള്ള എല്ലാ സാധനവും യൂട്യൂബിൽ കിടപ്പുണ്ട്. ഭ്രൂണശാസ്ത്രം, ഗോളശാസ്ത്രം, ഭൂമി പരന്നാണോ, പിന്നെ പർവ്വതങ്ങൾ മൊട്ടക്കുന്നുകളായിട്ട് ചന്ദ്രനെ പിളർത്തി, ഇതെല്ലാം പരിഹാസ്യമായ കാര്യമാണ്. ഇതൊന്നും മോഡേൺ ഇസ്ലാമിസ്റ്റുകളൊന്നും ഇത് പറയാറ് പോലും ഇല്ല. പരിണാമത്തെ തള്ളിക്കളഞ്ഞുകൊണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ഇത് തുടങ്ങി വെക്കുന്ന സമയത്ത് പരിണാമം സംബന്ധിച്ച് ഇസ്ലാമിസ്റ്റുകളുമായിട്ട് ഭയങ്കര ഘോര ചർച്ചകളുണ്ട്. ഇന്ന് പരിണാമത്തെ അംഗീകരിക്കുന്ന ഇസ്ലാമിസ്റ്റുകളുണ്ട്, പക്ക ഇസ്ലാമിസ്റ്റുകൾ. ഈ പറയുന്നോണം ഓൺ ദ വേർജ് ഓഫ് അറ്റൈനിങ് ആ ലെവലുള്ള ഇസ്ലാമിസ്റ്റുകൾ പരിണാമത്തെ അംഗീകരിക്കുന്നു. അവസാനം അവർ പറയുന്നത് ഇപ്പൊ എന്താണ്? പഴയ ക്രിസ്ത്യൻ പ്രിൻസിപ്പിളിലേക്ക് പോയിരിക്കുകയാണ്. പരിണാമം ശരിയാണ്, മൈക്രോ പരിണാമം ശരിയാണ്, അപ്പൊ മാക്രോ പരിണാമം ശരിയാണ്, പക്ഷെ ഗോഡ് ഗൈഡഡ് ഇറ്റ്. ഇത് ഗൈഡ് ചെയ്യുന്ന ആള് ഞമ്മന്റെ ആളാണ്. ഈ രീതിയിലേക്ക് അവർ വന്നിട്ടുണ്ട്. ഞമ്മന്റെ ആള് ഞമ്മന്റെ ആളെന്ന് തമാശ പറയുന്നത്. അപ്പം സാറ് വിശ്വസിക്കുന്നത് എങ്ങനെ ലോകം ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോഴും സാറ്? ഏത് ലോകം? അതായത് ഇന്ന് കാണുന്ന ഈ ലോകം എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് സാർ? ഇന്ന് കാണുന്ന ലോകം ആയിരുന്നില്ല, മുന്നേ ഉണ്ടായിരുന്നെന്ന് സമ്മതിച്ചോ? അല്ല, ഞാൻ വിശ്വസിക്കുന്നത് ഈ ലോകം ദൈവം സൃഷ്ടിച്ചു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ സയൻസ് ബേസസ് ഒന്നും അറിയണ്ട, യുക്തിവാദം ബേസസ് വിശ്വാസം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും പരമായിട്ട് സംസാരിക്കുന്ന ആളുടെ ദൈവവിശ്വാസം മുന്നോട്ട് ജയിക്കാൻ പറ്റില്ല. അതിന്റെ ഒരു യാഥാർത്ഥ്യം അതാണ്. അതായത് ഈ പ്രപഞ്ചം സംബന്ധിച്ചുള്ള എന്താണ് ഇപ്പൊ ഞാൻ താങ്കളോട് തന്നെ തിരിച്ചു ചോദിക്കും. അല്ല, ഈ മനുഷ്യ ഉൽപ്പത്തിയും എന്താ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി, പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി? ഈ പ്രപഞ്ചം ആദ്യം മനസ്സിലാക്കണം. പ്രപഞ്ചം എന്ന് പറയുമ്പോൾ ഭൂമിയല്ലല്ലോ, ഭൂമി അതിനകത്ത് ഒരു തരി പോലും അല്ല, ഒന്നുമല്ല ഭൂമി. ആദ്യം ഒരു സാധനം ഉണ്ടാണല്ലോ, അതെന്താണ് സാർ ആദ്യം ഉണ്ടായത്? ആറ്റമാണോ? എന്താണ് ആദ്യം ഉണ്ടായത്? ഇതെല്ലാം മതബുദ്ധിയാണ്. ആദ്യം അപ്പൊ ആദ്യം ഒന്നുമില്ല, ഇത് ഓൾറെഡി ഉള്ളതാണ് എന്നാണ് സാർ വിശ്വസിക്കുന്നത്? ഉള്ളതിനെ ഉള്ളത് പരിണമിച്ചുകൊണ്ടിരിക്കുന്നതാണ് സാർ വിശ്വസിക്കുന്നത്? ഞാൻ ചോദിക്കുന്നത്. ഉള്ളതിനെ ഇല്ലാതാക്കാൻ കഴിയില്ല, ഇല്ലാത്തതിനെ ഉണ്ടാക്കാനും കഴിയില്ല. ഞാൻ ഉണ്ടാക്കിയതാണെന്ന് വിശ്വസിക്കുന്നെങ്കിലോ ചുമ്മാ ഒരു ഉണ്ടാക്കൽ ഒരു ഉദാഹരണം പറയാം. ഒരാൾ ഉണ്ടാക്കിയ ഒരു കാര്യം എന്ന് പറയാം. ഈ ക്യാമറ ഒരാൾ ഉണ്ടാക്കിയതല്ലേ? കറക്റ്റ് അല്ലേ? ആണ്. ക്യാമറ ഒരാൾ ഉണ്ടാക്കിയതല്ലേ? അല്ലേ? ആണ്. അതാണോ ഉണ്ടാക്കൽ? പ്രപഞ്ചം അങ്ങനെ ഉണ്ടാക്കിയതാണോ? അല്ല, എല്ലാത്തിനും ആരെങ്കിലും ക്യാമറ ഉണ്ടാക്കി, ദോശ ഉണ്ടാക്കി, പിന്നെ റോഡ് ഉണ്ടാക്കി, ബോട്ട് ഉണ്ടാക്കി, പാട്ടുണ്ടാക്കി, ആ ഉണ്ടാക്കലാണോ ഈ പ്രപഞ്ചം ഉണ്ടാക്കല്? എല്ലാത്തിനും ഒരു സൃഷ്ടി എന്തോ ആയിക്കോട്ടെ. ഇപ്പൊ ഈ ഇരിക്കുന്ന കുപ്പിവെള്ളം ആ ബോട്ടിൽ ഉണ്ടാക്കിയ ഒരു വ്യക്തി ഉണ്ടല്ലോ, ഉണ്ട്. അങ്ങനെ അപ്പൊ ഈ ലോകത്തുള്ള എല്ലാ സാധനത്തിനും ഉണ്ടാക്കിയ ഒരു വ്യക്തി, നമ്മൾ ഇരിക്കുന്ന ഈ വ്യക്തികൾ ഉൾപ്പെടെ എല്ലാവരെയും ഉണ്ടാക്കിയ ഒരു വ്യക്തിത്വം ഉണ്ട്, അല്ലെങ്കിൽ ഉണ്ടാക്കും. ഇതെല്ലാം ഉണ്ടായി വരികയാണെന്ന് പറയുന്നത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഉണ്ടാക്കിയതാണ് എന്ന് പറയുന്നതാണ് എൻ്റെ ഒരു. ഞങ്ങളിത് ഞാനൊക്കെ 5ാം ക്ലാസ്സിൽ ഞാൻ സെന്റ് ജൂഡ് ഹൈസ്കൂളിലാണ് പഠിച്ചത്. സാർ ചിരിച്ചുകൊണ്ട് നേരിട്ടാലും എനിക്ക് കൃത്യം മറുപടി തരണം. അല്ല, എന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് എങ്കിൽ അത് നീ പറയുന്ന മണ്ടത്തരമാണ് എന്ന് സാർ എന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. അത് ജനങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ഇന്റർവ്യൂ കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതാണ് കൂടുതൽ അറിവുകൾ കിട്ടുക. ഒറ്റ കാര്യം ചെയ്താൽ മതി, എന്നെ സംസാരിക്കാൻ അനുവദിച്ചാൽ. ഞങ്ങള് സ്കൂളിൽ പഠിക്കുന്ന മോറൽ സയൻസ് ക്ലാസ് ഉണ്ട്, 5-6 ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കാറുണ്ട്. അപ്പൊ ടീച്ചർ ഒന്ന് ചോദിക്കും, ഈ കസേര ഉണ്ടാക്കിയ ആരാണ്? കസേര ഉണ്ടാക്കിയ അശ്വരി അല്ലെ മേശ്വരി. ബോർഡ് ഉണ്ടാക്കിയ ബോർഡർ, അങ്ങനെ മറ്റേ അലൻ ബോർഡർ അല്ല, അങ്ങനെ ഓരോന്നിനും ഓരോ ഓരോത്തിനും ഓരോ ഉണ്ടാക്കാം. ഇടി ഉണ്ടാക്കുന്ന ഇടിയർ, പിന്നെ മിന്നൽ ഉണ്ടാക്കുന്ന മിന്നലർ, ഇങ്ങനെ ഓരോന്നിനും ഉണ്ടാക്കും. അപ്പോ എന്നിട്ട് ടീച്ചർ ചോദിക്കുന്നു ഇതേ കണക്ക്, അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചം എത്ര വലുതാണെന്ന് നമുക്കറിയില്ല, അതാണ് ഇതാണ് മാടകോണം, ഇത് ആരെങ്കിലും ഉണ്ടാക്കണ്ടേ? കുട്ടികളെല്ലാം പറയും ഉണ്ടാക്കണം ടീച്ചർ, ഇത് ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കണം. അപ്പോൾ ടീച്ചർ പറയാം, എൻ്റെ പൊന്നു കുട്ടികളെ, നിങ്ങൾ പല ജാതി മതങ്ങളിലൊക്കെ വിശ്വസിക്കുന്നവരായിരിക്കും, പക്ഷെ ഇത് ഉണ്ടാക്കണം
ഒരാൾ വേണമെന്ന് നിങ്ങൾക്ക് എല്ലാം അറിയാം, പക്ഷെ നമുക്ക് അറിയില്ല ഇത് ആരാണെന്ന് അറിയില്ല, പലരും പല പേരിലൊക്കെ വിളിക്കും. അപ്പം ആ ഉണ്ടാക്കറയാണ് നമ്മൾ ദൈവം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതിനെ കുറിച്ച് എന്റെ ഒരു പ്രഭാഷണമുണ്ട്, ഇത് അൾട്ടിമേറ്റ് ഉണ്ടാക്കർ എന്ന് പറഞ്ഞൊരു പ്രഭാഷണമുണ്ട്, അതൊന്ന് കണ്ടു. അപ്പം അത് ചുരുക്കി സാറിന് ഇവിടെ അത് തന്നെ, അതായത് ദൈവം എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ഉണ്ടാക്കറാണ്. ഇപ്പൊ താങ്കൾ ക്യാമറ ഉണ്ടാക്കാൻ ആൾ വേണമെന്ന് ചോദിച്ചാൽ ഞാൻ അപ്പോഴേ ഞാൻ പാസ് ചെയ്ത് വിട്ടു. അപ്പൊ നിങ്ങൾ വിചാരിച്ചേ ഇത്രയും പെട്ടെന്ന് വിട്ടു തന്നു. ക്യാമറ ഉണ്ടാക്കുന്ന ക്യാമറയുടെ ഓരോ വസ്തുക്കളും, ഓരോ ദ്രവ്യവും, എവരി ആറ്റം, ഈ സാധനം ഇവിടെ ഉണ്ടായിരുന്നു. ഇത് പല ഘട്ടത്തിൽ പല ആൾക്കാർ പല കമ്പനികൾ ചേർന്ന് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്ന് ജോഡി ചെയ്ത് വെച്ചു. ദിസ് ഈസ് സിംപ്ലി പ്രൊഡക്ഷൻ ഓർ അസംബ്ലി, അസംബ്ലേജ് എന്ന് പറയാം. ഇതിനകത്ത് പുതുതായിട്ടൊരു കാര്യം ഉണ്ടാകുന്നില്ല. ഇവിടെ ഉള്ള കാര്യങ്ങളുടെ രൂപഭാവ ഭേദ പരിണാമങ്ങൾ മാത്രമാണ്. ആ പരിണാമങ്ങളൊക്കെ സൃഷ്ടിച്ച് ഇത് ഉണ്ടാക്കിയെടുക്കുകയല്ലേ എന്നാ ചോദിക്കുന്നത്? അല്ല, ഒരു ഒരു കാർ ഉണ്ടാക്കുന്നു, ഈ ഇരിക്കുന്ന ക്യാമറ ഉണ്ടായി വരുന്നല്ലോ സാർ, ഒരാൾ ഉണ്ടാക്കുന്നതല്ലേ? കാർ ഉണ്ടാക്കും. ഒരു കാർ ആരാ ഉണ്ടാക്കുന്നത്? കാറ് എന്താ പല കമ്പനികളായിരിക്കും ഉണ്ടാക്കുന്നത്, പലയിടത്തുനിന്ന് റോ മെറ്റീരിയൽസ് കൊണ്ടുവന്ന് ഒരുമിച്ച് ചേർത്താണ് ഉണ്ടാക്കുന്നത്. പല കമ്പനികളിൽ നിന്ന് പല സാധനങ്ങൾ കൊണ്ട് പല തലങ്ങളിൽ ചെയ്ത് അവസാനം എണ്ണ പെട്രോൾ പമ്പിൽ ചെന്ന് എണ്ണയും വാങ്ങിച്ചടിച്ചിട്ട് ഇതും ചെയ്ത് വണ്ടി ഓടിച്ചു പോകുന്നത്. സോ ദിസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് റീസൺസ്, കോസസ്, ഫാക്ടേഴ്സ്, എലമെന്റ്സ്. ദിസ് ഈസ് സംതിങ് ലൈക്ക് ആൻ അസംബ്ലി. ഇപ്പൊ നമ്മുടെ ജീവൻ, ബോധം എന്ന് പറയുന്ന സാധനത്താണ്, ഇതൊരു അസംബ്ലിയാണ് ആക്ച്വലി. ഇറ്റ്സ് ലുക്സ് ലൈക്ക് എ സിംഗിൾ യൂണിറ്റ്, ബട്ട് സ്റ്റിൽ ഇതെല്ലാം ഘടിപ്പിച്ച് ഇതേ കണക്ക് പോകുന്നുണ്ട്. അപ്പൊ കാറിന്റെ തന്നെ ഒരു വീലില്ലെന്നുണ്ടെങ്കിൽ മറ്റേത് കൊണ്ട് ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞൊരഞ്ഞ് പോകും. അപ്പം അതിന്റെ ഒരു പ്രകടനത്തിൽ ഒരു കുറവ് വരികയാണ് അല്ലേ? നമ്മുടെ ഇത് തന്നെ ഇതുപോലെ തന്നെ തലക്കൊരു അടി കിട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടുത്തെ പ്രശ്നങ്ങൾ വരുന്നു. നമുക്ക് പിന്നെ ബോധമില്ല, പിന്നെ കുറെ കഴിഞ്ഞാണ് ബോധം ഉള്ളവർക്ക് തിരിച്ചു കിട്ടുന്നത്. സോ ഇല്ലാത്തവർക്ക് കിട്ടത്തുമില്ല. ഓക്കെ, അപ്പൊ ഇതെല്ലാം യഥാർത്ഥത്തിൽ ഈ നിങ്ങൾ ഈ പറയുന്ന സൃഷ്ടി എന്ന് പറയുന്ന ഒരു ഉദാഹരണമല്ല. സൃഷ്ടി എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ലായ്മയിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കുന്നതിനാണ് സൃഷ്ടി എന്ന് പറയുന്നത്. ബാക്കിയുള്ള എല്ലാം പ്രൊഡക്ഷനോ അസംബ്ലിയാണ്. അപ്പൊ സൃഷ്ടി എന്ന് പറയുന്ന സംഗതി തന്നെ അസാധ്യമാണ്, ഒന്നുമില്ല. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരു കറുത്ത മുറിയിൽ നിന്നൊരു കൂരിരുട്ടിൽ നിന്നൊരു കറുത്ത പൂച്ചയെ എനിക്ക് കിട്ടിയെന്ന് ഒരാൾ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? കൂരിരുട്ടായിരുന്നു, അയാൾക്ക് കാണാൻ കഴിയില്ലായിരുന്നു, കറുത്ത പൂച്ച അവിടെ ഉണ്ടായിരുന്നു, അയാൾ ഇങ്ങനെ തപ്പിയെടുത്തു. ഇല്ലാത്ത പൂച്ചയൊക്കെ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ, ഇല്ല. അപ്പോ സൃഷ്ടി, ക്രിയേഷൻ എന്ന് പറയുന്ന സാധ്യം ടോട്ടലി ഇമ്പോസിബിൾ ആണ്. ഓൺലി പ്രൊഡക്ഷൻ ആൻഡ് അസംബ്ലി.